ഹായ് ഓൾ, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി ചവ്വരി മാംഗോ ഡെസേർട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചവ്വരി വേണം കേട്ടോ. ചവ്വരി ഞാനൊരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല മധുരമുള്ള മാങ്ങയാണ്. നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഈ മാങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാം. നന്നായിട്ട് പഴുത്ത മാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് അരച്ച് എടുക്കാം. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഡെസേർട്ടിന്. നമ്മുടെ ചവ്വരി ഒന്ന് അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച ചവ്വരി പിന്നെ കുറച്ചൊന്ന് നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതൊരു 10-15 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല മധുരം ഉള്ളതുകൊണ്ട്. അങ്ങനെ ഇനി നമ്മുടെ ചവ്വരി വെന്തിട്ടുണ്ട്. കണ്ടോ, വെന്ത് കഴിയുമ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവും. ഇനി ഇതിലെ വെള്ളമൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒരു പശ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കുക. നമുക്കതിൽ വെള്ളമൊന്നും ആവശ്യമില്ല, ആ വെന്ത ചവ്വരി മാത്രം ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ അത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയും ചവ്വരിയും ഈ 2 ഐറ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഡെസേർട്ട് ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലധികം പണിയൊന്നുമില്ല. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത മാംഗോ പേസ്റ്റ് ഉണ്ട്, ചവ്വരി വെന്തിട്ടുണ്ട്, വെന്തതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണം കേട്ടോ. പിന്നെ 1 കപ്പ് പാല്. ഇത്ര ഐറ്റമാണ് നമുക്ക്. പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കശുവണ്ടിയോ മുന്തിരിയോ ബദാമോ കയ്യിൽ ഏത് ഐറ്റമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിവിടെ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാംഗോ പേസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ മാംഗോ പേസ്റ്റിലേക്ക് ഞാൻ ആദ്യം തന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. 2-3 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്താൽ മതി. നമ്മളിവിടെ പഞ്ചസാര എടുക്കുന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു 3 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാംഗോ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മാംഗോ നല്ല മധുരമുണ്ട്, ചവ്വരിയും കൂടി ചേർക്കുന്നതല്ലേ, അപ്പോൾ മധുരം കുറച്ച് കുറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ കേട്ടോ. മാംഗോ അടിച്ചെടുക്കുക, ചവ്വരി വേവിച്ചെടുക്കുക, ഈ ഒരു പണി ഇതിൽ മെയിനായിട്ടുള്ളൂ. പിന്നെ എല്ലാം മിക്സിങ് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം പാലൊഴിക്കുക. പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ.
പാലും മിൽക്ക് മെയ്ഡും മാങ്ങയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഒരുപോലെ മിക്സ് ആയതിന് ശേഷം വേണം നമുക്ക് ചവ്വരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനായിട്ട് പറയുമ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ചവ്വരിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ഡെസേർട്ടിൽ കുറച്ച് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഈ ചവ്വരിയും കൂടി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ മധുരം നോക്കിയിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക. ചവ്വരി ആഡ് ചെയ്യുമ്പോൾ മധുരം കുറച്ച് കുറയും. മധുരം നോക്കിയിട്ട് മധുരം നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യേ വേണ്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇത് കഴിച്ചു നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ കുറച്ച് സമയത്തിൽ നല്ല അടിപൊളി ഡെസേർട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. വീട്ടിലൊക്കെ ട്രൈ ചെയ്യും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.